നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നഷ്മതുനുവിന്റെ മറ്റൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1946-ലാണ്. എർമോലിൻ എന്നൊരു ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. ഈ ഗെയിമിൽ നഷ്മതുനോവ് വൈറ്റ് സൈഡും എർമോലിൻ ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോണ്ട് വെച്ച് പോണ്ടിട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണിന് ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷനിലേക്ക് മാറാം, അല്ലെങ്കിൽ A6 ചെയ്തുകൊണ്ട് നാഡർ വേരിയേഷനിലേക്ക് പോകാം, അതുമല്ലെങ്കിൽ ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. G6 ചെയ്തുകൊണ്ട് ഡ്രാഗൺ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്ത ശേഷം വളരെ വേഗം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുക എന്നതാണ് ബ്ലാക്കിന്റെ പ്രധാന ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ വൈറ്റിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ബിഷപ്പിനെ E3 ഡെവലപ്പ് ചെയ്യാം, അതുമല്ലെങ്കിൽ F3 ചെയ്തുകൊണ്ട് E4 പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നഷ്മതുനോവും ഇതൊന്നും ചെയ്യുന്നില്ല. പകരം F4 മൂവ് ചെയ്യുന്നു. ഇത് 11 ഫിഷ് വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത മൂവിൽ E5 ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെയും പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇവിടെ തന്റെ പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോയാണ്. ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് E5 ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇപ്പോഴും ബ്ലാക്കിന്റെ നൈറ്റ് അറ്റാക്കിലാണ്. ഇവിടെ ഇപ്പോൾ ഈ അറ്റാക്കുള്ള നൈറ്റിനെ D7 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ E5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നതാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ മറ്റൊരു രീതിയിൽ ആ പോണിനെ നേരിടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നൈറ്റിനെ D7 മൂവ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ D5 കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുമ്പോൾ ബ്ലാക്കിനെ ക്യൂവിനെ വെച്ച് തിരിച്ചോട്ടാം. അതോടെ വൈറ്റിന്റെ E5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും ആവും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ D5 കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അത് ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് നഷ്മതുനോവ് വളരെ വേഗം തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടിക്കുന്നില്ല. പകരം ബിഷപ്പിനെ B5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം ബ്ലാക്കിനിപ്പോൾ ബിഷപ്പ് വെച്ചോ നൈറ്റ് വെച്ചോ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെക്കിൽ നിന്നും കിങ്ങിനെ മാറ്റാണ്. കിങ്ങിനെ F8 മൂവ് ചെയ്യുന്നു. ഈ ചെക്ക് ബിഷപ്പ് വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ക്യൂവിന് വെച്ച് ആ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിനെ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കുകയാണെങ്കിലും നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. അല്ലാതെ നൈറ്റിനെ D7 കൊണ്ടുവന്ന് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നേരത്തെ കണ്ട അതേ അവസ്ഥയാണ്. ക്യൂവിന് വെച്ച് D5 നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ഇനിയുള്ളൊരു ഓപ്ഷൻ നൈറ്റിനെ C6 കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് ആ നൈറ്റിനോട്ട് എടുക്കാം. ഇപ്പോൾ ക്യൂവിനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്കിന് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് പോണിൻ്റെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ഫോർക്കും ചെക്കുമാണ്. ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ട്. ഈ ചെക്ക് ഇപ്പോൾ എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിനിവിടെ ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടും. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ബിഷപ്പ് വെച്ച് റൂക്കിനോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ക്യൂവിന് വെച്ച് ആ നൈറ്റിനോട്ട് എടുക്കാം. ഇതോടെ വൈറ്റിന് ഒരു പീസ് പൂർണ്ണമായും ലാഭം കിട്ടിയിരിക്കുകയാണ്. പോരാത്തന്നെ ഇവിടെ ഇപ്പോൾ ഒരേ സമയം ബ്ലാക്കിൻ്റെ 2 പീസുകൾ അറ്റാക്കിലുമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബിഷപ്പ് വെച്ച് ചെക്ക് വന്നപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ F8 മൂവ് ചെയ്തത്. ഇനി വൈറ്റിൻ്റെ മൂവാണ്. ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ E5 പോൺ ബിഷപ്പ് വെച്ച് അറ്റാക്കിലാണ്. എന്നാൽ വൈറ്റ് ഇവിടെ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് ആ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് പോണിനെ എടുത്തുകൊണ്ട് H2 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഈ സമയത്ത് നഷ്മതുനോവ് അടുത്ത പീസിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ബിഷപ്പിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ E8 സ്കോറിലേക്ക് ഈ ബിഷപ്പിനെ കൺട്രോളുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിനെ G8 മൂവ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്താൽ വൈറ്റിന് 2 തരം അറ്റാക്കിന് സാധ്യതയുള്ളതുകൊണ്ടാകും. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നു. ഇവിടെ നഷ്മതുനോവ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് ക്യൂവിന് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്.
ഇനി ബ്ലാക്കിന് ഒരു ചെക്കോടുകൂടി ക്വീൻ ഉപയോഗിച്ചോ ബിഷപ്പ് ഉപയോഗിച്ചോ ആ നൈറ്റിനെ വെട്ടിയെടുക്കാനും പറ്റും. ഈ പൊസിഷനിൽ ലക്ഷ്മദിനവ് ഒരു ബ്രില്യൻ്റ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നശ്മദിനവ് സിമ്പിളായിട്ട് പോൺ ഉപയോഗിച്ചോ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവന്നോ ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ഒരേ സമയം 2 പീസുകളെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും നൈറ്റിനെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറുമാണ്. എന്നാൽ ബ്ലാക്കിനിപ്പോൾ ഈ 3 ഓഫറുകളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് E7 പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ചോ പോൺ വെച്ചോ നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ഈ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ ഇപ്പോൾ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് തന്നെയാണ്. എന്നാൽ ബ്ലാക്കിനിപ്പോൾ ഈ E7 പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ക്വീനെ ഈ സ്കോറിലേക്ക് ഒന്നും തിരിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. E6ലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ബ്ലാക്കിന് D8ലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ക്വീൻ D8ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോഴും ചെക്ക്മേറ്റ് ആണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ക്വീനെ E6ലേക്ക് കൊണ്ടൊന്നും ആ പോണിനെ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ മറ്റൊരു രീതിയിൽ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ C5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ് ആ പോണിനെ സംരക്ഷിക്കാനും കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് വൈറ്റിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരികയാണ്. ബിഷപ്പിനെ E3ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കുണ്ട്. ബിഷപ്പിന് നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ വെച്ച് വെട്ടാൻ പറ്റില്ല. ഇപ്പോഴും ക്വീൻ വെച്ച് ബിഷപ്പിന് വെട്ടാണെങ്കിൽ ക്വീൻ D8ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ആ D8 സ്ക്വയർ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ബ്ലാക്ക് ക്വീനെ തിരിച്ചുകൊണ്ടുപോയാണ്. ക്വീനെ C7ലേക്ക് കൊണ്ടുവന്ന് ഈ D8 സ്ക്വയറും E7 സ്ക്വയറും ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടുവെന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. നൈറ്റിനെ H6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ F8ലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും റൂക്ക് ഉപയോഗിച്ച് F7 പോൺ വിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ കിങ് G7ലേക്ക് മൂവ് ചെയ്താലും അതേ മൂവ് തന്നെയാണ്. റൂക്ക് ഉപയോഗിച്ച് F7 പോൺ വിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.